പലർക്കും എവിടെയാണ് വാച്ച് അവേഴ്സ് നോക്കുക എന്നത് അറിയുന്നില്ല. അപ്പൊ നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ടാണെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് ഹൈ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുറത്ത് നല്ല മഴ പെയ്യാണ് കേട്ടോ. 2 ദിവസമായിട്ട് മഴയൊന്നും ഉണ്ടായിരുന്നില്ല പാലക്കാട്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ തുടങ്ങി. നിങ്ങളുടെ ജില്ലകളിലും മഴയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക കേട്ടോ. വേറെ ജില്ലക്കാരെ കാണുന്നുണ്ടെങ്കിൽ അപ്പോൾ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ടൊരു വിഷയമാണ്. എല്ലാ തുടക്കക്കാർക്കും വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം, എങ്കിൽ മാത്രമേ പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഞാൻ ചെയ്ത കുറേ തെറ്റുകളും ശരികളും നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. കാരണം നിങ്ങൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്ക് തുടക്കത്തിൽ ഒന്നും അറിയില്ലായിരുന്നു. ഞാൻ പല കണ്ടന്റുകളും എനിക്ക് വീഡിയോ പോലും എടുക്കാൻ നേരെ അറിയില്ലായിരുന്നു. അപ്പൊ പലരോടും ഏതെങ്കിലുമൊക്കെ വീഡിയോസ് തരുമോ എന്നൊക്കെ ചോദിച്ച് അങ്ങനെ എന്താ പറയാ അപ്ലോഡ് ചെയ്യുകയായിരുന്നു ആദ്യമൊക്കെ. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് വെറുതെ ഇങ്ങനെ മറ്റുള്ളവരോട് ഇങ്ങനെ വീഡിയോസും ഷോർട്സ് ഒക്കെ എന്തിനാണ് വെറുതെ എനിക്ക് ചോദിക്കുന്നത്, ഞാൻ തന്നെ എന്തെങ്കിലും ചെറിയ ഷോർട്സ് ഒക്കെ ആക്കിയിടാം എന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് ആദ്യം ഒന്നും അറിയില്ലായിരുന്നു. അപ്പൊ തുടക്കത്തിലെ കാര്യങ്ങളാണ് കേട്ടോ പറയുന്നത്. അപ്പൊ അതിനു മുമ്പായിട്ട് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും പിന്നെ ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൻ കാണും. ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇത് എന്തിനാണ് ഇടയിൽ പറഞ്ഞതെന്ന് വെച്ചാൽ ചിലവർ ലൈക്ക് ചെയ്യാതെയും ഹൈപ്പ് ചെയ്യാതെയും കമന്റ് ചെയ്യാതെയൊക്കെ പോകും. അപ്പൊ നിങ്ങളുടെ ഹൈപ്പും ലൈക്കും കമന്റും ഒക്കെയാണ് നമ്മുടെ മുമ്പോട്ടുള്ള വീഡിയോക്കുള്ള പ്രചോദനം. അതുകൊണ്ടാണ് കേട്ടോ, അല്ലാതെ ഇടണം എന്ന് നിർബന്ധിക്കുകയല്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർ ലൈക്കും കമന്റും ഹൈപ്പും കൂടെ ചെയ്യുക. ഹൈപ്പ് എന്നത് പുതിയൊരു അപ്ഡേറ്റ് ആണ്. അപ്പോൾ അത് പറഞ്ഞാൽ മാത്രമേ എല്ലാവർക്കും അറിയത്തുള്ളൂ. അപ്പോൾ ഹൈപ്പ് ചെയ്യാൻ അറിയാത്തവർ എന്താണ് നമ്മുടെ സൂപ്പർ താങ്ക്സിന്റെ അടുത്തായിട്ട് തന്നെ ഹൈപ്പ് എന്ന ചിഹ്നവും ഹൈപ്പും കാണും. അല്ലെങ്കിൽ ആദ്യത്തെ കമന്റിന്റെ സൈഡായിട്ട് 2 ഡോട്ട് കാണും. അതിനൊന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് സ്വിച്ച് ചെയ്യാന്ന് വെച്ചാൽ ഹൈപ്പ് കാണാൻ പറ്റും, ഹൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ചെയ്താൽ മതി. ഓക്കെ, പിന്നെ എന്ന് പറയുന്നത് ഞാൻ ഏകദേശം ഇതിനു മുമ്പ് 1063 യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. മോണിറ്റൈസേഷൻ ആയ ശേഷമാണ് ഞാൻ യൂട്യൂബ് ടിപ്സ് വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയത്. അപ്പൊ അതെല്ലാം ചേർത്ത് പ്ലേലിസ്റ്റ് ആക്കി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വയ്ക്കും. താല്പര്യമുള്ളവർ കയറി നോക്കുക. അപ്പോൾ തുടക്കക്കാർക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കുന്ന വീഡിയോസ് ആയിരിക്കും അതിലുള്ളത്. അപ്പോൾ പറ്റുന്നവർ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് മോണിറ്റൈസേഷൻ ആകണമെങ്കിൽ ഉള്ള ക്രൈറ്റീരിയകൾ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഷോർട്സിലൂടെ ആക്കാൻ പറ്റും, നമുക്ക് വീഡിയോസിലൂടെ ആക്കാൻ പറ്റും. ഷോർട്സിലൂടെ ആണെങ്കിൽ 500 ഹാഫ് മോണിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ 500 സബ്സ്ക്രൈബേഴ്സും എന്താ പറയാ 30 ലക്ഷം വ്യൂസും വേണം 90 ദിവസത്തിനുള്ളിൽ ഷോർട്സിന്റെ. അതേപോലെ ഷോർട്സിൽ തന്നെ ഫുൾ മോണിറ്റൈസേഷൻ ആണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 100 ലക്ഷം വ്യൂസും വേണം. നിങ്ങൾ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ കുറെ ആയിട്ടോ ഇതിന്റെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട്. കാരണം നമുക്കിപ്പോൾ ഇത് കാണില്ല, നമ്മുടെ ഇതിൽ ഈ ക്രൈറ്റീരിയ കാണത്തില്ല, നമുക്ക് റവന്യൂ വരാൻ തുടങ്ങിയതുകൊണ്ട്. അപ്പോൾ ഞാൻ പണ്ടത്തെ ഓർമ്മയിൽ പറയാണ്. അപ്പൊ ഇത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. പിന്നെ വീഡിയോയ്ക്കാണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും ഹാഫ് മോണിക്ക് 500 സബ്സ്ക്രൈബേഴ്സും 3000 വാച്ച് അവേഴ്സ് ആണ് വീഡിയോന്റെ ഇതിലാണെങ്കിൽ ഹാഫ് മോണിറ്റൈസേഷൻ. ഫുൾ മോണിറ്റൈസേഷൻ ആണെങ്കിൽ 1000 സബ്സ്ക്രൈബേഴ്സും 4000 വാച്ച് അവേഴ്സും ആണ് വീഡിയോന്റെ കാര്യത്തിൽ. അത് ആദ്യം നമ്മുടെ മൈൻഡിൽ വേണം. അത് ഇല്ലാത്തിടത്തോളം നമുക്ക് ഒരിക്കലും എന്താ പറയാ വിജയിക്കാൻ പറ്റത്തില്ല. നമ്മൾ വെറുതെ ഇടുന്നു, എന്തൊക്കെയോ ഇടുന്നു, എന്താണെന്നേ നമുക്ക് അറിയില്ല. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല. അപ്പോൾ പിന്നെ എന്ന് പറയുന്നത് പലർക്കും എവിടെയാണ് വാച്ച് അവേഴ്സ് നോക്കുക എന്നത് അറിയുന്നില്ല. അപ്പൊ നമ്മൾ വൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ക്രോമിലൂടെ ഡെസ്ക്ടോപ്പ് സൈറ്റിലൂടെ എന്താണ് സ്റ്റുഡിയോയിൽ കയറിയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ പലരും വൈറ്റി സ്റ്റുഡിയോയിലായിരിക്കും മൊബൈലിൽ എന്താണ് ഡാഷ്ബോർഡ് ഓപ്പൺ ചെയ്യുന്നത് അല്ലേ. അവിടെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് വാച്ച് അവേഴ്സ് കാണാൻ സാധിക്കും. ആ വാച്ച് അവേഴ്സ് അല്ല ശരിയായ വാച്ച് അവേഴ്സ്. അതിന് താഴെ കുറച്ച് കണ്ടന്റ് കമന്റ് പിന്നെ 7 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. ഏറ്റവും അവസാനമായിട്ട് 7 ഉണ്ടാവും. 7 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് വാച്ച് അവേഴ്സ് എന്ന് പറഞ്ഞിട്ട് കാണും. ഷോർട്സിന്റെയും ഉണ്ടാവും. ഷോർട്സിന് അല്ല, വീഡിയോസിന്റെ പബ്ലിക് വാച്ച് അവേഴ്സ് ഒന്നും ഉണ്ടാവും. മനസ്സിലായോ? ഷോർട്സിന് പബ്ലിക് വാച്ച് അവേഴ്സ് ഇല്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ വീഡിയോയ്ക്ക് മാത്രമേ വാച്ച് അവേഴ്സ് ഉള്ളൂ. പലരും വീഡിയോ ഇടാതെ ഷോർട്സ് മാത്രം ഇട്ടിട്ട് എനിക്ക് വാച്ച് അവേഴ്സ് ആയിട്ടുണ്ട്, 3000 വാച്ച് അവേഴ്സ് ആയിട്ടുണ്ട്, 4000 ആയിട്ടുണ്ട്, പക്ഷെ എനിക്ക് മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാൻ വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നവരുണ്ട്. അതുകൊണ്ടാണ് ഞാനിത് പ്രത്യേകം എടുത്ത് പറയുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് മാത്രമേ വാച്ച് അവേഴ്സ് ഉള്ളൂ, ഷോർട്സിന് വ്യൂസ് ആണ് കാണിക്കുന്നത്. അത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ. അപ്പോൾ നിങ്ങൾ പ്രത്യേകം വീഡിയോയും കൂടെ ഇടാൻ നോക്കുക. എനിക്ക് പറ്റിയൊരു ആദ്യത്തെ അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ ആദ്യം വീഡിയോ ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല, ഷോർട്സ് മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. നിങ്ങളെ പോലെ തന്നെ ഞാൻ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ഡാഷ്ബോർഡിൽ ഫ്രണ്ടിൽ കാണുന്ന വാച്ച് അവേഴ്സ് ആണ്
എൻ്റെ വാച്ച് അവേഴ്സ് എന്ന് പറഞ്ഞാൽ എൻ്റെ പെട്ടെന്ന് വാച്ച് അവേഴ്സ് ഒക്കെ കംപ്ലീറ്റ് ആകാനായി. ഏകദേശം ഒരു വർഷത്തിനുള്ളിൽ എന്നെ കംപ്ലീറ്റ് ആകാനായി. ഇനി എനിക്ക് ആര്യമുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുമ്പോഴാണ് പിന്നീടാണ് ഞാൻ ഇങ്ങനെ ഏണിൽ വന്ന് നോക്കുമ്പോൾ എവിടെന്നോ ഒരു വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ഇതിൻ്റെ കാര്യം മനസ്സിലായി. എന്നിട്ട് നോക്കുമ്പോഴാണ് എൻ്റെ 107 വാച്ച് അവേഴ്സേ ആയിട്ടുള്ളൂ. പിന്നെയാണ് എനിക്കൊരു വാശിയല്ല എങ്ങനെയെങ്കിലും അയ്യോ ഇത് എങ്ങനെ കൂട്ടും എന്നുള്ള ഇതിൽ പിന്നെ വീഡിയോ ഇടാൻ തുടങ്ങിയത്. എന്നിട്ടാണ് ഞാൻ ഇങ്ങനെ പല വീഡിയോ ഇട്ടിട്ട് പിന്നെ വാച്ച് അവേഴ്സ് കൂട്ടിയത്. എങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഒരു വീഡിയോ വൈറലായി. അങ്ങനെ ഒരു വീഡിയോയിലും തന്നെ എനിക്ക് 3/4 വാച്ച് അവേഴ്സും കിട്ടി, കംപ്ലീറ്റ് ആകാൻ പറ്റി. പിന്നെ വീഡിയോയിൽ ഫുൾ വാച്ച് അവേഴ്സും കിട്ടി. 6000-ൽ കൂടുതൽ 7000-ന്റെ അടുത്ത് വാച്ച് അവേഴ്സും കിട്ടി. അതിന് മുന്നേ എനിക്ക് 1000 വാച്ച് അവേഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. 1500 വാച്ച് അവേഴ്സുകളും ഉണ്ടായിരുന്നു മുമ്പ്. അപ്പൊ അങ്ങനെ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഏൺ പേജിൽ ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം നിങ്ങളുടെ വാച്ച് അവേഴ്സ് കൂടുന്നുണ്ടോന്ന്. നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാലും പെട്ടെന്നൊന്നും കൂടത്തില്ല, പതുക്കെ കൂടത്തുള്ളൂ. അപ്പൊ നമ്മൾ 1 അവേഴ്സ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ മാത്രമേ അതിൽ കാണിക്കത്തുള്ളൂ. പോയിന്റ് കൂടിക്കഴിഞ്ഞാലൊന്നും കാണിക്കത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നല്ല ലെങ്ത് ആയിട്ടുള്ള വീഡിയോകൾ ഇട്ടാൽ മാത്രമേ നല്ല വ്യൂസും വന്നാൽ മാത്രമേ വാച്ച് അവേഴ്സ് കൂടാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഞാൻ ഇത്രത്തോളം പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് മാത്രമാണ്. എൻ്റെ ചാനലിൽ കാണുന്നത് തുടക്കക്കാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞു മോണിറ്റൈസേഷൻ ആകാനുള്ള ക്രൈറ്റീരിയകളൊക്കെ. പിന്നെന്ന് പറയുന്നത് എന്താ പറയുക, നമ്മൾ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് വ്യൂസ് ഇല്ല എന്ന് പറഞ്ഞ് നമ്മൾ ഒരിക്കലും ഡിലീറ്റ് ചെയ്യാൻ പാടത്തില്ല. മനസ്സിലായോ? അപ്പൊ ഞാനൊക്കെ ഒരുപാട് വീഡിയോകൾ ഇങ്ങനെ ഡിലീറ്റ് ചെയ്യായിരുന്നു. ഞാനിട്ട വീഡിയോകൾ എനിക്ക് തന്നെ ചിലപ്പോൾ വ്യൂസ് ഇല്ല, അത് മറ്റുള്ളവർ കണ്ടാൽ എന്ത് തോന്നും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഡിലീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യാതിരിക്കുക. എത്ര വ്യൂസ് കുറവാണെങ്കിലും നമ്മൾ വീഡിയോ ഇട്ട് പോകുക. മനസ്സിലായോ? പിന്നെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ തീരെ വ്യൂസ് ഇല്ല, ശരി കുറച്ച് കഴിഞ്ഞാൽ വൈകുന്നേരം ആകുമ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് ഇനി വേറൊരു വീഡിയോ ഇടുക, അങ്ങനെ ഇടാതിരിക്കുക. അപ്പോൾ ഒരു ദിവസം തന്നെ നമ്മൾ ഒരു വീഡിയോ ഇട്ടിട്ട് പല തവണയായിട്ട് അത് ഡിലീറ്റ് ചെയ്ത് വീണ്ടും വേറൊരു വീഡിയോ ഇട്ടു അങ്ങനെ കളിക്കാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തന്നെ കണ്ട് വ്യൂസ് കൂട്ടാതിരിക്കുക. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ചിലപ്പോൾ 1-2 പ്രാവശ്യമൊക്കെ വ്യൂസ് ഇങ്ങനെ കൂടി വരുന്നതായി കാണാൻ സാധിക്കും. പിന്നെ അങ്ങനെ പെട്ടെന്ന് ഡൗൺ ആയിട്ട് കാണിക്കും, കുത്തനെ ഡൗൺ ആവും, പിന്നെ കയറത്തേയില്ല. പിന്നെ എത്ര വ്യൂസ് അതിൽ വന്നാലും നമ്മളല്ലാതെ വേറെ വ്യൂസ് ഇങ്ങനെ കൂടി വന്നാലും അത് താഴോട്ട് തന്നെ താഴോട്ട് തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതൊക്കെ ഞാൻ ചെയ്ത തെറ്റുകളാണ് കേട്ടോ ആദ്യം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. തുടക്കക്കാരെല്ലാവരും ഇത് ചെയ്യുന്നതാണ്. കാരണം ഇപ്പൊ എന്റെ മൊബൈലിൽ നിന്നല്ല, ഞാൻ വേറെവരുടെ മൊബൈൽ, എന്റെ ഹസ്ബൻഡിന്റെ ആണെങ്കിലും വേറെ അമ്മ അച്ഛൻ അവരുടെ ആണെങ്കിലും മൊബൈലിൽ നിന്ന് കണ്ടു കഴിഞ്ഞാലും ഇപ്പോൾ ഒരേ ഐഡിയിൽ നിന്ന് കാണുമ്പോൾ യൂട്യൂബിൽ മനസ്സിലാക്കാൻ സാധിക്കും ഇത് റിപ്പീറ്റേഷൻ വീഡിയോ തന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എങ്കിലും ആ വ്യൂ കൗണ്ട് കുറയ്ക്കുന്നതായിരിക്കും നിങ്ങളെ. മനസ്സിലായോ? അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഡിലീറ്റ് ചെയ്യാതെയും നിങ്ങൾ തന്നെ കാണാതെയും ഒക്കെ ഇരിക്കുക. പിന്നെന്ന് പറയുന്നത് വീഡിയോ ഇടുന്നത് ഇപ്പോൾ ഒരു ദിവസം ഒരു വീഡിയോ ഇടുകയാണെന്ന് വെച്ചാൽ അത് സ്ഥിരമായിട്ട് ഇടാൻ നോക്കുക. ഒരേ ടൈമിൽ ഇടാൻ നോക്കുക. ഇന്നൊരു വീഡിയോ 8 മണിക്ക് ഇട്ടു, നാളെയും അതേ ടൈമിൽ 8 മണിക്ക് വീഡിയോ ഇടാൻ നോക്കുക. അല്ലാതെ ഇങ്ങനെ നമ്മൾ ടൈം ചേഞ്ച് ചെയ്ത് കളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയ്ക്ക് വ്യൂസ് തീരെ ഉണ്ടാകത്തില്ല. കാരണം എന്താ പറയുക, നിങ്ങളുടെ വീഡിയോ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിലും വ്യൂവേഴ്സ് ആണെങ്കിലും അടുത്ത ദിവസം ഇതേ ടൈമിൽ വരുമെന്ന് പറഞ്ഞ് ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ടൈം ആയിട്ട് കഴിഞ്ഞാൽ അവർ കാണത്തില്ല, അങ്ങനെ വ്യൂസ് കുറഞ്ഞു പോകും. പിന്നെ യൂട്യൂബ് റെക്കമെൻഡും ചെയ്യത്തില്ല. കാരണം നോട്ടിഫിക്കേഷൻ കൊടുക്കാൻ യൂട്യൂബിന് തന്നെ കൺഫ്യൂസിങ് ആവും. ഏത് ടൈമിലാണ് ഇവർ ഇടുന്നത് എന്ന് അവർക്ക് യൂട്യൂബിന് അറിയത്തില്ല. യൂട്യൂബ് പറയുമ്പോൾ യൂട്യൂബിന്റെ അൽഗോരിതത്തിന് മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ ഒരേ ടൈമിലാകുമ്പോൾ നമ്മുടെ വീഡിയോ സ്ഥിരമായിട്ട് ഇന്ന ടൈമിൽ വരുമെന്ന് എല്ലാവരും കാത്തിരിക്കും. നല്ല വീഡിയോസ് ആണെങ്കിൽ നമ്മൾ ഇടുന്നതെങ്കിൽ മാത്രം. ഓക്കെ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരേ ടൈം കീപ്പ് ചെയ്യാൻ നോക്കുക. അപ്പോൾ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് മെയിൻ ആണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നവർക്ക്. ഓക്കെ, പിന്നെന്ന് പറയുന്നത് നമ്മൾ പബ്ലിക് ആക്കിയ ശേഷം വീഡിയോ ആണെങ്കിലും ഷോർട്സ് ആണെങ്കിലും നമ്മൾ അതിൽ ഒരു ചേഞ്ചും വരുത്താതിരിക്കുക ആദ്യം തന്നെ. അപ്പൊ യൂട്യൂബ് തന്നെ ചിലപ്പോൾ നമുക്ക് കാണിച്ചു തരും. എന്താണ് എന്തെങ്കിലും ഡൗൺ ആയി കഴിഞ്ഞാൽ, ടൈറ്റിലും കമ്പനിയിലൊക്കെ ഡൗൺ ആയി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്ത കമ്പനിയിലെ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട്, അപ്പൊ അങ്ങനെ പറഞ്ഞ ശേഷം മാത്രം നിങ്ങൾ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. അല്ലാതെ പക്ഷം ഒരിക്കലും തന്നെ അതിൽ ഒരു ചേഞ്ചും വരുത്താതിരിക്കുക. അത് ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പലതരം ടോപ്പിക്കുകൾ ഇങ്ങനെ എടുക്കൂലേ. അപ്പൊ എന്നോടൊരു സബ്സ്ക്രൈബർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവർ എന്റെ മെമ്പറും കൂടെയാണെന്ന് തോന്നുന്നു. അങ്ങനെ പലവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒരു കാര്യം പറയണം, അവർ എന്റെ ചാനലിൽ മുമ്പൊക്കെ നല്ല വ്യൂസ് ഉണ്ടായിരുന്നു നമ്മളെ, ഇപ്പൊ വ്യൂസ് തീരെ ഇല്ല, എന്താ ചെയ്യാന്ന്. അപ്പൊ ഞാൻ അവരുടെ ചാനൽ ചെക്ക് ചെയ്യുമ്പോൾ എന്താ പറയാ, അവർക്ക് ആദ്യം നല്ല കുറച്ചൊക്കെ വ്യൂസ് ഉണ്ടായിരുന്നു. കാരണം അവർ ഗാർഡനിങ് ഒക്കെയാണ് ആദ്യം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് കുക്കിംഗ്, പിന്നെ ഇടയിൽ മിക്സ്ഡൊക്കെ അങ്ങനെ ആക്കി വീഡിയോസ് പല കണ്ടന്റ് ഉൾപ്പെടുത്തിയപ്പോഴും തീരെ വ്യൂസ് ഇല്ലാതായി. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഇതിൽ നിന്ന് നമ്മൾ കണ്ടന്റ് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വ്യൂസ് തീരെ ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരേ കണ്ടന്റിൽ ഒതുങ്ങി നിൽക്കുകയാണെന്ന് വെച്ചാൽ നമുക്ക് നല്ല വ്യൂസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെ കാര്യം തന്നെ, എൻ്റെ വീഡിയോസ് തന്നെ നിങ്ങൾക്ക് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ പല വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം കുറച്ച് ക്ലീനിങ് ടിപ്സ് ചെയ്തു, പിന്നെ ഹെയറിൻ്റെ ചെയ്തു. എനിക്കിങ്ങനെ വ്യൂസ് ഏതെല്ലാണോ വരുന്നത് അത് നോക്കി നമ്മൾ ചെയ്യുമായിരുന്നു. കാരണം എങ്ങനെയെങ്കിലും മാച്ചപ്പറ വേണം, അതിനുവേണ്ടി നമ്മൾ ചെയ്യുമായിരുന്നു. പക്ഷെ നമുക്ക് വ്യൂസ് ഉണ്ടാകത്തില്ല. ഇങ്ങനെ ഒന്നിൽ ചിലപ്പോൾ വ്യൂസ് ഉണ്ടാവും, സബും കൂടും,
പിന്നെ ഉണ്ടാകത്തില്ല. അപ്പം നമ്മൾ ഒരേ കണ്ടന്റ് തന്നെ എടുത്തിട്ട് ഇങ്ങനെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് പതുക്കെ ആണെങ്കിലും വ്യൂസ് കൂടി കൂടി വരും, സബ്സ്ക്രൈബേഴ്സും കൂടും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ എൻ്റെ ചാനൽ തന്നെ ഞാൻ ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മറ്റുള്ളവരുടെ ചാനൽ തന്നെ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എൻ്റെ ചാനൽ തന്നെ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അതും ശ്രദ്ധിക്കാമല്ലോ. ഞാൻ ഇങ്ങനെ എന്നോട് ചോദിച്ചവരാണ് കേട്ടോ അത് പറയുന്നത്. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് ചേഞ്ച് ചെയ്യുമ്പോഴാണ് നമ്മുടെ വ്യൂസ് കുറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കണം. ഓക്കെ. പിന്നെന്ന് പറയുന്നത് കമന്റ് ഇട്ടിട്ട് സ്പാമായി പോകാൻ സാധ്യത. നിങ്ങളിപ്പോൾ മുന്നോട്ട് വരൂ, മുന്നോട്ട് പോകാം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളെ അതെല്ലാം പുറകോട്ടാണ് വലിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് യൂട്യൂബിൽ മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ പുതിയതായിട്ട് ചിലപ്പോൾ ഒരു വീഡിയോ ഇടും, ഞാൻ ആദ്യമായിട്ട് വീഡിയോ ഇട്ടാണ്. അപ്പൊ അതിന്റെ താഴെ കുറേ കമന്റ് വരും, മുന്നോട്ട് പോകാം, കൂട്ടുകൂടാം, അങ്ങനെയൊക്കെ പറഞ്ഞ പലതരം കമന്റുകൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾ അതിലൊക്കെ പോയിട്ട് ശരിവെക്കും. അങ്ങനെ ശരിവെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കത് തെറ്റിലേക്കുള്ള വഴിയിലോട്ട് നിങ്ങൾ കടന്നു എന്നാണ് അർത്ഥം. അത് നിങ്ങൾ പ്രത്യേകം ചിന്തിക്കണം. അത് മനസ്സിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോ ചെയ്യുക. നിങ്ങളെ പലരും വന്ന് ചെയ്യിപ്പിക്കാൻ നോക്കും, പക്ഷെ നിങ്ങൾ അതിലൊന്നും പെടാതെ മിണ്ടാതെ നിങ്ങളുടെ കാര്യം നോക്കി നിങ്ങൾ വീഡിയോ ഇട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾക്ക് വ്യൂസ് കുറവാണെങ്കിലും കുഴപ്പമില്ല, ഉള്ള വ്യൂസ് മതി സാധാരണ. അപ്പൊ നമുക്ക് ജെന്യുവനായിട്ട് വ്യൂസ് വന്നുകൊണ്ടേയിരിക്കും. നമ്മളെ ഇഷ്ടപ്പെടുന്നവര് നമ്മുടെ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നവര് മതി, അല്ലാത്ത അവര് വേണ്ട. അങ്ങനെ ചിന്തിക്കും നിങ്ങൾ. അല്ലാതെ ഇങ്ങനെ വന്നിട്ട് അവര് സ്ഥിരമായിട്ട് നിൽക്കത്തൊന്നുമില്ല. നിങ്ങൾ മുന്നോട്ട് വരാം. അവർക്ക് നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടൊന്നുമല്ല വന്നത്, വെറുതെ വരും. പിന്നെ എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഒരുപാട് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് സബ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അത് കുറച്ച് സ്ഥിരമായി നിൽക്കും. അല്ലാതെ നിങ്ങൾ പോയി വീഡിയോ ഒന്നും കണ്ടില്ല, വെറുതെ ലൈക്കും ഒരു കമന്റ് വിട്ടു സബ് ചെയ്യാൻ പറയുന്നു, സബ് ചെയ്തു എന്ന് പറയുന്നു. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 5 ചെയ്യുമ്പോൾ 10 പോവുകയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ ഒരുപാട് വരികയാണെന്ന് വെച്ചാൽ നിങ്ങൾ അതിനെ മൈൻഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ എനിക്ക് ഇങ്ങനെ കുറേ കമന്റുകൾ ഇതുപോലെ വന്നിട്ടുണ്ട് എൻ്റെ വീഡിയോയ്ക്ക് താഴെ. അപ്പൊ ഞാനത് വീണ്ടും ഓരോ വീഡിയോയിലും പറയാൻ കാരണം നിങ്ങൾക്ക് മനസ്സിലാകാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള യൂട്യൂബേഴ്സിന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും പറയുന്നത്. അപ്പോൾ വലിച്ചു നീട്ടുകയല്ല, എൻ്റെ വീഡിയോയ്ക്ക് ലെങ്ത് കൂടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, അതുകൊണ്ടാണ്. അപ്പോൾ ഞാനത് സ്ക്രീൻ റെക്കോർഡ് സൈഡ് കാണിച്ചു തരാം. അപ്പോൾ എനിക്ക് തന്നെ യൂട്യൂബ് കാണിക്കാത്ത കുറേ കമന്റുകളുണ്ട്, മനസ്സിലായോ? ഇങ്ങനെയുള്ള നെഗറ്റീവ് കമന്റുകൾ യൂട്യൂബിന്റെ കണ്ണിൽ സ്പാമായിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അത് ഹെൽഡ് കമന്റ് സെക്ഷനിൽ കിടക്കുന്നതാണ്. അപ്പൊ അത് ഞാനിപ്പോ നോക്കുമ്പോൾ കുറേ കമന്റുകളുണ്ട്, 6-7 എട്ടണം, അതിൽ കൂടുതലുണ്ട്. അതും ഇനി ഇങ്ങനെ യൂട്യൂബ് ആക്കിക്കൊണ്ടേയിരിക്കും. നമുക്ക് കാണിച്ചു തരത്തില്ല. നിങ്ങൾ ചോദിക്കുമ്പോൾ കൂട്ടുകൂടുമ്പോൾ സബ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചെയ്യണം പറയുമ്പോൾ അതൊക്കെ ഹെൽഡിലിടും. അപ്പൊ ഞാനത് സൈഡ് കാണിച്ചു തരാം. ഓരോ ചാനലിലെ ഓരോ ചാനലിലുള്ളവർ വന്ന് കമന്റ് ചെയ്തതാണത്. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലായോ? അപ്പൊ പിന്നെന്ന് പറയാനുള്ളത്, അപ്പൊ നമ്മുടെ ചാനലിൽ ഇപ്പൊ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളും ഇട്ടു, ഷോർട്സ് ഇട്ടു. അപ്പൊ നമ്മുടെ ചാനൽ എങ്ങനെയെങ്കിലും ഡിലീറ്റ് ആയി പോയിട്ട് നമ്മുടെ കയ്യിൽ ആ ഷോർട്സ് ആണെങ്കിലും ആ വീഡിയോസ് ആണെങ്കിലും നമ്മൾ ശേഖരിച്ച് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. വീണ്ടും നമ്മൾ ഒരു ചാനൽ തുടങ്ങി, ആ ചാനലിലോട്ട് ഈ വീഡിയോസ് ഒക്കെ നമ്മൾ ഇടാൻ തുടങ്ങിയാൽ എന്താ സംഭവിക്കുക? അത് റീയൂസ്ഡ് കണ്ടന്റായി മാറും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയും ഒരിക്കലും നിങ്ങൾ ചെയ്യാതിരിക്കുക. അപ്പൊ പലരും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും. കാരണം ഇപ്പൊ ചിലപ്പോ ചാനൽ ഡിലീറ്റ് ആയി തന്നെ പോകണമെന്നില്ല. ചാനൽ ചിലപ്പോൾ വ്യൂസ് ഇല്ല, എനിക്ക് ഇനി പുതിയൊരു ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ പഴയ വീഡിയോസ് ഒക്കെ സേവ് ചെയ്ത് വെച്ചിട്ട്, ഇട്ട വീഡിയോസ് ഒക്കെ ഫോണിൽ സേവ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും പുതിയൊരു ചാനൽ തുടങ്ങിയിട്ട് ആ ഇട്ട വീഡിയോ, നമ്മൾ സേവ് ചെയ്ത് വെച്ച വീഡിയോ വീണ്ടും എനിക്ക് കൂടെ പുതിയ ചാനലിലേക്ക് അപ്ലോഡ് ചെയ്യുമ്പോൾ അത് റീയൂസ്ഡ് കണ്ടന്റായി മാറും. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പൊ അങ്ങനെയും ചെയ്യാതിരിക്കുക. ഓക്കെ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾക്ക് ആ വീഡിയോസ് തന്നെ എല്ലാം റീയൂസ്ഡ് വന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് ചിലപ്പോൾ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ റീയൂസ്ഡ് കണ്ടന്റ് എന്ന് പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് പിന്നെ മോണിറ്റൈസേഷൻ കിട്ടത്തില്ല. അതുകൊണ്ട് നിങ്ങൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് ആദ്യം തന്നെ പറയണമെന്ന് വിചാരിച്ചാണ്, അപ്പോൾ വിട്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ അവസാനം ഉൾപ്പെടുത്തിയത്. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണെന്ന് വിചാരിച്ച് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ലെങ്ത് വല്ലാതെ കൂടിപ്പോയി. അപ്പോൾ എല്ലാവർക്കും ഉപകാരമുള്ളതാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്ന് വെച്ചാൽ ലൈക്കും കമന്റും ഷെയറും ഹൈപ്പും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കാണും. ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യാന്ന് വെച്ചാൽ ഞാൻ ഇടുന്ന ഓരോ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.